ബോധിസത്വൻ ബുദ്ധൻ കപിലവസ്തുവിനെ ബുദ്ധന് ബോധ്യം വന്നു. ഒരു കാര്യം ചെയ്യും, 25ാമത്തെ വഴിക്കണക്കരുത്. ടീച്ചർ 25 പ്രാവശ്യം കടന്നു. അടുത്തൊന്നും പറഞ്ഞിറങ്ങുന്നത് ബാക്കി കുട്ടികൾ നിൽക്കുകയല്ലേ. ആ വഴിക്കണക്ക് പൂർണ്ണമായിട്ടും ശരിയാക്കിയില്ല. എനിക്കൊന്നും മനസ്സിലായി. ടീച്ചറായിട്ടൊക്കെ പറഞ്ഞു ഓസ്കാർ മൈനസ് ബി സ്ക്വയർ ആർക്കറിയതല്ലേ. ഞാൻ ഇതൊക്കെ ചോദിക്കുന്ന മതി, ഇതൊക്കെ ആർക്ക് വേണ്ടി ഓസ്കാർ മൈനസ് ബി സ്ക്വയർ ഒക്കെ പഠിപ്പിക്കുന്നത്? ഇതിന് പല കാര്യം കൊടുത്തില്ലേ, എല്ലാ കാര്യമുണ്ട്. എന്നെ സാധിച്ചത് ജോലി സാറിന് തന്നെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ പെൺകുട്ടിയുടെ സീറ്റ് കയറി ഇരുന്നേനാ. എന്നിട്ട് ഞാൻ ഒന്ന് ചോദിച്ചു, സാറേ എക്സിനെ അവിടെ ഇരുന്ന് വൈകി ചെയ്യുന്നത്. അത് ഞാൻ പുള്ളി അടിച്ച് അത് അന്ന് ദിവസം ഇന്നിന് അടി കിട്ടി, പിന്നെ അടി കിട്ടി. ഇന്ന് കടപ്പൂസം ഞാൻ അടിച്ചിരുന്നു ഇന്ന് സമാധാനം. പക്ഷേ ഈ വൈജോർ സാർ പിന്നെ പല സ്ഥലങ്ങളിലെ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്. മരിച്ചു കേട്ടോ. അവിടെ തിരിച്ചു ഈ ഇതൊരു പതിനൊന്ന് മാറുകൊണ്ടേ ഞാൻ പോയി ഒരു സാറിന് വെച്ചിട്ട് ജയിച്ച് നീ പെണ്ണെന്ന് പറഞ്ഞു. സിറലല്ലേ വീട്ടിൽ സിറന്ന് ജയിച്ചെന്ന് പറഞ്ഞു. കള്ളം പറയല്ലേ, കള്ളം പറയല്ല. നമ്മൾ കള്ളം പറഞ്ഞാൽ കണ്ണ് പൊട്ടുമെന്ന് പറയും. എടി നിന്റെ കണ്ണ് പൊട്ടും സത്യമായിട്ട്. അങ്ങനെ ജയിച്ചേ ഷുവറാ. തോർത്താ ഒറ്റ ഓട്ടം അവിടെ നിന്ന് കിട്ടിയ ഉള്ളി എടുത്തുകൊണ്ട് സൈക്കിളെടുത്ത് ഇംഗ്ലണ്ടാണ് സൈക്കിളുണ്ട് ഓടിച്ചു നോക്കി. പിന്നെ ബുക്ക് കിട്ടി, മുറം പോലൊരു ബുക്കാണ്. ഈ ബുക്ക് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ സാറോട് ചോദിച്ചു, സാറേ ജയിച്ചു. നീ ജയിച്ചാ? യെസ് ജോൺ സാർ, നീ ജയിച്ച. അപ്പോൾ പുള്ളി എന്തൊക്കെ പറഞ്ഞു, ഞാൻ കാർഡ് തന്നില്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വേണം എന്തെങ്കിലും ആവശ്യമുണ്ട് വിളി. അപ്പോൾ പുള്ളി കാർഡിനകത്ത് ഞങ്ങൾക്ക് ഒരുപാട് സാധനം എഴുതി വെച്ചിരുന്നു. എസ് ജോൺ സാർ വരെ വായിച്ചു, എനിക്ക് ബാക്കിയൊന്നും കേൾക്കുന്നില്ല. ബി എഡ് എന്തില്ല, ബി എഡ് ബി ഇ ഡി ഇല്ല, എല്ലാം ഈ ഡി ആണ് സാർ. ബി ഡി ഞങ്ങൾ പഠിപ്പിക്കുന്നത്. എം എഡ് എം ഇ ഡി. ഞാൻ എം ഇ ഡി എന്ന് ചോദിച്ചു, പുള്ളി പറയത്തില്ല. പുള്ളി പറഞ്ഞൊക്കെ വാക്കേ ഉള്ളൂ. ആണെന്തോ സാറേ എം ഇ ഡി എന്നൊരു വാക്ക് പറഞ്ഞു കേട്ടോ. ഞാൻ ചോദിച്ചു സാറിൻ്റെ എം ഇ ഡി. പുള്ളി എൻ്റെ വായിട്ടല്ല എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, എടാ നിന്നെ പോലുള്ള പൊട്ടന്മാർക്ക് പറഞ്ഞു തന്നത് ഇത് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളെ പോലെ പഠിക്കുന്നവരൊക്കെ. നിനക്ക് പറഞ്ഞിട്ടുള്ളത് ഡ്രൈവിങ്ങോ ഓട്ടോയോ ഒക്കെ. അപ്പോൾ എനിക്ക് സെൻറ്റ് ജോർജ് സാറിന് ഭയങ്കര സ്നേഹം തോന്നി. കൊള്ളാലോ വനമാല, നീ വനമാല വാക്കുന്നില്ല. അപ്പം ഞാൻ കഴിച്ചത് നോക്കണം അതേ പരിപാടി. എം ഇ ഡി പോവാം ആഗ്രഹം. എം ഇ ഡി പോവാം 10ാം ക്ലാസ്സായിട്ട് 254 മാർക്ക്. ഞാൻ അപ്പനെ വിളിച്ചു, അടുത്തിരുന്നു. ജയിച്ചിട്ടുണ്ട്, എനിക്ക് അഡ്മിഷൻ വേണം. എവിടെടാ? മാറി മനസ്സിൽ 254 മാർക്ക് മനസ്സിൽ കിട്ടുമല്ലേ. എടാ ഈ പാവപ്പെട്ടവരെ കിനാവ് കാണും ഊണി വലിയ കിനാവ് വേണമെന്ന കുഴപ്പം ഞാനല്ല പറഞ്ഞു. ആരാ പറഞ്ഞു? ആ വാക്ക് ഒരു ചന്ദ്രലേഖ പടച്ചു വെച്ചിട്ടുണ്ട്. ആരാ? ശ്രീനിവാസ്. ഓക്കെ, അവിടുന്ന് കടമെടുത്ത് ഉപയോഗിച്ച് അവിടെ ഒരു കിനാവ് ഊണി വലിയ കിനാവ് ഉണ്ട് ഇവിടെ. അങ്ങനെ കിനാവ് കണ്ടു. എനിക്ക് ഇവിടെ എൻ്റെ ഒരു അമ്മച്ചൻ പഠിപ്പിച്ചതാണ്. അമ്മച്ചൻ എനിക്ക് ഇത് വാങ്ങിച്ചു തന്നു. കുത്തിന്ന് പഠിച്ചു. സെക്കൻഡ് ക്ലാസ് കിട്ടി. കൊള്ളാലോ. പിന്നെ ഞാൻ പറഞ്ഞു ഇനി ഇവിടെ പഠിക്കുന്നില്ല, നേരെ യൂണിവേഴ്സിറ്റി പഠിക്കുന്നു. യൂണിവേഴ്സിറ്റിയിൽ പോയി ഫിലോസഫിക്കായിരുന്നു. സെക്കൻഡ് റാങ്ക് വാങ്ങിച്ചു. അവിടെ ഞാൻ നിർത്തിയില്ല. ബി എഡിന് പോകണം. അത് നടക്കുന്നു. ഫിലോസഫിക്കാർക്ക് ബി എഡ് ഇല്ല. എൻ്റെ ഹാജരെല്ലാം പൊളിഞ്ഞു. പിന്നെ ഇപ്പോൾ പൊളിറ്റിക്സ് എഴുതി, നെറ്റ് കിട്ടി, സെൻറ്റ് ജോൺസിൽ ചേർന്നു, പഠിപ്പിച്ചുകൊണ്ടിരുന്നു. സെൻറ്റ് ജോൺസ് 5 പഠിപ്പിച്ചു. അങ്ങനെ ഗവൺമെൻറ് സാലറി കറക്റ്റായ സമയത്ത് അനുവദിച്ചിരിക്കുന്നു. ബി എഡുകാർക്ക് ഫിലോസഫി, ഫിലോസഫിക്കാർക്ക് ബി എഡ്. ഞാൻ ജോലി കളഞ്ഞു. എൻ്റെ മനസ്സിൻ്റെ വാശി കിടക്കുക. ഇപ്പോൾ ബി എഡ് അഡ്മിഷൻ എടുത്തു, ജയിച്ചു. അവിടെ നിന്ന് നേരെ ഒറ്റച്ചാട്ടമാണ് എം എഡിന് പോയി അഡ്മിഷൻ എടുത്തു. അത് അണ്ണാമല പോയി, ഇവിടെ കിട്ടിയില്ല. അണ്ണാമല പോയി, ഇവിടെ കിട്ടിയ ഇവിടെ ഭയങ്കര തിരക്കാണ്. അണ്ണാമല പോയി എം എഡ് എടുത്തു. സർട്ടിഫിക്കറ്റ് കിട്ടി. അണ്ണ ജോൺ സാറേ, എസ് ജോൺ സാറേ, അമ്മ ഇതിൻ്റെ കിട്ടി. ജോൺ സാറിൻ്റെ വീട്ടിൽ ചെന്നു. സെൻറ്റ് ജോൺ സാറിൻ്റെ വീട്ടിൽ കൊട്ടി. അമ്മാമ്മ ഇറങ്ങി വന്നു. ഞാൻ സെൻറ്റ് ജോൺ സാറിനെ കാണണം. അമ്മ
അമ്മ പറഞ്ഞു മരിച്ചുപോയി. എൻ്റെ എല്ലാ ആഗ്രഹവും ചങ്ക് വന്ന് വിരുവറ്റി പോയതായി. ഞാൻ നേരെ ശവടത്തി ഒരു ഫോട്ടോ സ്റ്റാൻഡ് എടുത്തിട്ട് അവിടെ പോയി മുട്ട് കുത്തിയിരുന്നിട്ട് ഫോട്ടോ സ്റ്റാൻഡൊക്കെ സമർപ്പിച്ചു. സാറേ MBD കിട്ടി. ഞാൻ തിരിച്ചു സുഹൃത്തുക്കളെ, try to have a challenging mind. Those who are having a challenging mind can go any phase of your life.